കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ലെബനനിൽ ആക്രമണം നടത്തുന്ന ഇസ്രായേൽ സേന ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയ ശേഷമാണ് ആക്രമണം നടത്തിയതെങ്കിൽ ഇപ്പോൾ ആ ഒരു രീതി മാറ്റിവെച്ചുകൊണ്ട് മുന്നറിയിപ്പില്ലാതെ തെക്കൻ ലെബനനിലും ബെയ്റൂട്ടിലുമടക്കം കനത്ത വ്യോമാക്രമണമാണ് നടക്കുന്നത്. വലിയ കെട്ടിടങ്ങൾ ഉൾപ്പെടെ തകർന്നു വീഴുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ടുണ്ട്. ഹിസ്ബുള്ളയുടെ ചെറുത്തുനിൽപ്പ് പല ഏരിയയിൽ നിന്ന് അനുസ്യൂതം തുടരുന്നു. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇനി മുന്നറിയിപ്പില്ലാതെ തന്നെയാണ് തങ്ങൾ ആക്രമിക്കുക എന്നുള്ള ഒരു സൂചന നൽകിക്കൊണ്ടാണ് കഴിഞ്ഞ രാത്രി മുതൽ ഇസ്രായേൽ സേന ശക്തമായൊരു വ്യോമാക്രമണം തെക്കൻ ലെബനനിലും ബെയ്റൂട്ടിലടക്കം നടത്തിക്കൊണ്ടിരിക്കുന്നു. പ്രധാനപ്പെട്ട 3 വലിയ നിലയുള്ള കെട്ടിടങ്ങൾ തകർന്നു വീണതായിട്ടാണ് ഏറ്റവും പുതിയ വിവരം. ഇതിൽ ആളപായമുണ്ടായതായിട്ടുള്ള വിവരങ്ങളൊന്നും തന്നെയില്ല. നിലവിലത്തെ സാഹചര്യത്തിൽ ഇസ്രായേൽ സേനയുടെ ആക്രമണം ഏത് നിമിഷവും ഉണ്ടാകാമെന്നുള്ള ഭയത്താൽ ജനങ്ങൾ പലായനം ചെയ്തിരിക്കുന്നു. ഈ കെട്ടിടങ്ങളിലും കെട്ടിടങ്ങളുടെ അടിയിലും മറ്റുമൊക്കെയാണ് ഹിസ്ബുള്ളയുടെ സൈനിക ഡിപ്പോകളും മറ്റും പ്രവർത്തിക്കുന്നത്. പല ഹിസ്ബുള്ള കേന്ദ്രങ്ങളും പ്രവർത്തിക്കുന്നത് തന്നെ ജനവാസ കേന്ദ്രങ്ങളിലാണ്. ഇനി അവിടങ്ങളിലൊന്നും മുന്നറിയിപ്പില്ലാതെ ആക്രമിക്കാനാണ് ഇസ്രായേലിൻ്റെ ഒരു നീക്കം. അതിനൊരു പ്രധാന കാരണം കുറേ നാളുകളായി നടത്തുന്ന ആക്രമണത്തിൻ്റെ ഫലമായിട്ട് അവിടങ്ങളിലുള്ള ജനങ്ങൾ പലായനം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി അവിടെ അവശേഷിക്കുന്ന വീടുകളിലും മറ്റുമൊക്കെ ഈ ഹിസ്ബുള്ളയും അവരെ അനുകൂലിക്കുന്നവർ മാത്രമാണെന്ന് ഉള്ള ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടക്കുന്ന ആക്രമണം. ന്യൂസ് ഡെസ്ക് മുസ്ലിം മലയാളം.